Hi students, I am Srija. MCO24 Business Ethics and CSRലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 2 കൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ്. അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എത്തിക്കൽ ഡിലമാസ് എന്താണെന്നാണ്. അതായത് an ethical dilemma എന്ന് പറയുന്നത് it is a type of ethical issue that arises when the available choices and obligations in a specific situation do not allow for an ethical outcome. അതായത് നമ്മളുടെ പേഴ്സണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും ധാരാളം എത്തിക്കൽ ഡിലമാസ് ഉണ്ടാകാറുണ്ട്. കുറച്ച് പ്രോബ്ലംസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിനെയാണ് നമ്മൾ എത്തിക്കൽ ഡിലമാസ്, ധർമ്മസങ്കടം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനെയാണ് നമ്മൾ എത്തിക്കൽ ഡിലമാസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ പല എത്തിക്കൽ ഡിലമാസും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ പേഴ്സണൽ ലൈഫിലുള്ള ഇത്തരം ഡിലമാസ് നമുക്ക് കുറച്ചുകൂടെ ഓട്ടോണമസ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാം. അതായത് ഇതിനുള്ള ഒരു കംപ്ലീറ്റ് ഫ്രീഡം നമുക്കുണ്ട്. കാരണം ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് പേഴ്സണെയാണ് എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം, അത് വേണോ ചെയ്യണോ വേണ്ടയോ, ശരിയോ തെറ്റോ എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ അത് നമ്മളെയോ നമ്മളോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരെയെ അത് ബാധിക്കുന്നുള്ളൂ, അത് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള ഡിലമാസ് അത് അധികം പ്രശ്നമായിട്ട് വരാറില്ല. എന്നാൽ ബിസിനസ് വേൾഡിലെ എത്തിക്കൽ ഡിലമാസ് കുറച്ചുകൂടെ കോംപ്ലെക്സ് ആണ്. അതിൽ കുറച്ച് പേരല്ല ഉണ്ടാകാറുള്ള. ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ കുറച്ച് പേരല്ല, അതിൽ ധാരാളം ആളുകളുണ്ട്. അതായത് കസ്റ്റമേഴ്സ്, ഓണേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഉൾപ്പെട്ടതാണല്ലോ ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവരുടെ ഇമ്പോർട്ടൻസിനെയും കൂടി പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ബിസിനസ് ഡിലമാസിനെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവിടെ ഒരുപാട് പേരെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂവിനെ മാക്സിമൈസേഷൻ, അവരെ കോംപ്രമൈസ് ചെയ്യാതെ സ്റ്റേക്ക് ഹോൾഡർ മാനേജേഴ്സ് എൻഗേജ് ചെയ്യണം. പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് കുറച്ച് പേര്, പേഴ്സണൽ ഡിലമാസിൽ നമുക്ക് കുറച്ച് പേര് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. പക്ഷെ അതുപോലെയല്ല, ബിസിനസ് ഡിലമാസ് വരുമ്പോൾ, ബിസിനസ്സിലൊരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രോബ്ലം വരുമ്പോൾ, ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ വരുമ്പോൾ അതിലൊരുപാട് പേരെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മളൊരു ഡിസിഷൻസ് എടുക്കാൻ. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പ്രധാനമായിട്ടും 3 കൈൻഡ് ഡിലമാസാണ് ഉള്ളത്, പ്രോബ്ലംസാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഫസ്റ്റ് വൺ റൈറ്റ് വേഴ്സസ് റോങ്, സെക്കൻഡ് വൺ റോങ് വേഴ്സസ് റോങ്, തേർഡ് വൺ റൈറ്റ് വേഴ്സസ് റൈറ്റ്. അതായത് ഫസ്റ്റ് വൺ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് കൈൻഡ് ഓഫ് ഡിലമ പറയുകയാണെങ്കിൽ ശരിയും തെറ്റും, റൈറ്റും റോങ്ങും നമ്മുടെ മുന്നിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം ശരി ഏതാ തെറ്റേതാ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള റൈറ്റ് വേഴ്സസ് റോങ്ങിൽ റൈറ്റും റോങ്ങും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിയലൈസ് ചെയ്യാൻ കഴിയും, നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതിൽ തെറ്റേതാ ശരിയേതാ എന്നുള്ളത് മനസ്സിലാക്കി അതിലൊരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിക്കും. പിന്നെയുള്ളത് റോങ് വേഴ്സസ് റോങ് ആണ്. ഇതിൽ ലെസ്സർ പെയിൻ രണ്ടും തെറ്റാണ്. അതിൽ ലെസ് പെയിൻ തരുന്ന ഒരു പാത്ത് ചൂസ് ചെയ്യാനുള്ള ഒരു ചലഞ്ചാണ് നമുക്ക് ഒരു സംഭവമാണ്. അതായത് രണ്ടും എത്തിക്കലി തെറ്റാണ്, റോങ് ആണ്. ഈ രണ്ടെണ്ണത്തിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് ലെസ്സർ പെയിൻ തരുന്നത് ഏതാണോ, ഏത് പാത്താണോ അത് ചൂസ് ചെയ്യാനുള്ള ഒരു ചലഞ്ചായിട്ട് വരുന്ന അങ്ങനെ ഒരു സംഭവമാണ് റോങ് വേഴ്സസ് റോങ് എന്ന് പറയുന്നത്. രണ്ടും തെറ്റാണ്. അതിൽ കുറച്ച് തെറ്റായ കാര്യം, കൂടുതൽ തെറ്റിലേക്ക് പോകേണ്ട, കുറച്ച് തെറ്റായ കാര്യങ്ങളാണെങ്കിൽ നമുക്കതിനെ ചൂസ് ചെയ്യാം. കൂടുതൽ പെയിന് തരാത്ത കാര്യങ്ങളെ നമ്മൾ ചൂസ് ചെയ്യാം.
അടുത്തത് മൂന്നാമതായി വരുന്ന കാര്യത്തിൽ നമ്മൾ റൈറ്റ് വേഴ്സസ് റൈറ്റ് ആണ്. അതായത് രണ്ടും ശരിയാണ്. റൈറ്റ് വേഴ്സസ് റൈറ്റ് ഡിലമയിൽ നമുക്ക് കൂടുതൽ പ്ലഷർ തരുന്ന ഒരു പാത്താണ് ചൂസ് ചെയ്യേണ്ടത്. അതായത് രണ്ടും ശരിയാണ്. ഈ ശരിയിൽ കൂടുതൽ ശരി ഏതാണ്, കൂടുതൽ ഹാപ്പിനെസ് നമുക്ക് തരുന്നത് ഏതാണ്, അതാണ് നമ്മൾ കുറവ് പെയിൻ തരുന്നത് ഏതാണോ, കൂടുതൽ പ്ലഷർ തരുന്നത് ഏതാണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. റൈറ്റ് വേഴ്സസ് റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലഷർ തരുന്നത് ഏതാണോ ആ പാത്ത് ചൂസ് ചെയ്യാൻ നമുക്ക് അവസരം തരുന്നതാണ് ഈ തേർഡ് കാറ്റഗറി. ഇതിൽ ഫസ്റ്റ് വൺ, ആദ്യത്തേത് ഏതാണോ റൈറ്റ് ഏതാണോ റോങ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. രണ്ടാമത്തേതിൽ ഏത് ചോയ്സ് ആണോ ലെസ് പെയിൻ തരുന്നത് അത് സെലക്ട് ചെയ്യുക. അടുത്തത് മൂന്നാമത്തേതിൽ ലെസ് പ്ലഷർ തരുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് മോറൽ റിലേറ്റീവ്സത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ശരിയും തെറ്റും സംബന്ധിച്ച ഒരു ബോധം വരുന്നത്. മോറലായിട്ടുള്ള ഒരു കാര്യമാണ്. ശരിയും തെറ്റും നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ അതിൽ മോറലായിട്ടുള്ള ഒരു കാര്യവുമായി റിലേറ്റഡ് ആണ് ഈ പറയുന്ന ശരിയും തെറ്റും. എത്തിക്കലായിട്ടുള്ള കാര്യമാണ്, മോറലായിട്ടുള്ള ഒരു സൈഡാണ് നമ്മളിതിൽ പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ USA മാനേജീരിയൽ കപ്പാസിറ്റിയിൽ ഗിഫ്റ്റ് കൈമാറുന്നത് സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ് ആണെന്ന് മാത്രമല്ല അതിൽ ലോയുടെ പരിധിക്കുള്ളിൽ വരുന്ന ഒരു കാര്യം കൂടിയാണ്. അത് നിയമപരമായ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം നമുക്ക് അവിടെ ഒരു ഗിഫ്റ്റ് കൈമാറാൻ. ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് പോലുള്ള അഴിമതികൾ കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ട് തന്നെ അമേരിക്കയ്ക്കുണ്ട്, FCPA, അതായത് ഫോറിൻ കറൻസി പ്രൊട്ടക്റ്റഡ് ആക്ട് എന്ന ആക്ട്. ചൈനയിൽ ഗിഫ്റ്റ് കൈമാറുന്നത് ബിസിനസ് ചെയ്യാനും അല്ലെങ്കിൽ ചൈനയിൽ ഗിഫ്റ്റ് കൈമാറുന്നതിന് കുഴപ്പമില്ല. അവിടെയാണെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പൊക്കെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് അവർ ഗിഫ്റ്റ് കൈമാറുന്നത്. അത് നല്ലതാണെന്നാണ് ചൈനയിൽ പറയുന്നത്. അവിടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് കൊണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ചൈനയിൽ പറയുന്നത്. എന്നാൽ അമേരിക്കയിൽ ഇത് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഗിഫ്റ്റ് എക്സ്ചേഞ്ചുകളെ പറ്റിയുള്ള രണ്ട് രാജ്യങ്ങളിൽ രണ്ട് വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ മോറൽ റിലേറ്റീവിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഇനി